അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കേരളത്തിലേക്ക് അഭയം ചോദിച്ചെത്തിയ ഒരു പെൺകുട്ടിയുടെ പ്രായമൊക്കെ കണക്കിലാക്കാതെ ഈ ഒരു വ്യാജമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിവാഹം കഴിച്ചത്? നമ്മുടെ സർക്കാർ ഇത്തരത്തിലുള്ള ചില പരിപാടികൾക്ക് കൂട്ടുനിൽക്കുന്നത് വളരെ സങ്കടകരമാണ്. പക്ഷെ നല്ല സുന്ദരിയായ രീതിയിൽ മോണോലിസയുടെ ഫോട്ടോയും അതോടൊപ്പം മോണോലിസ എന്ന പേരും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തലസ്ഥാന നഗരി ഇന്നലെ ഒരു വലിയ വിവാഹത്തിന് തുടക്കം കുറിച്ചു. ആ വിവാഹത്തിന് ശേഷം ഭാര്യയും ഭർത്താവും തിരികെ പോയി. ആരുടെ വിവാഹമാണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലായല്ലോ. അതായത് മഹാരാഷ്ട്രയിൽ നിന്നും ഭർത്താവിനൊപ്പം, അതായത് ഒരു യുവാവിനൊപ്പം ജീവിക്കാനായി നാട്ടിലെത്തിയ മോണോലിസയെക്കുറിച്ചാണ് പറയുന്നത്. കുംഭമേളയിലെ വൈറൽ താരമായിട്ടുള്ള മോണോലിസ വിവാഹം കഴിഞ്ഞു തിരിച്ചു പോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. നമ്മുടെ CPM-ന്റെ നേതാക്കളാണ് ഈ ഒരു വിവാഹത്തിന് മുൻകൈ എടുത്തതും ഈ വിവാഹം അടിയന്തരമായി തന്നെ നടത്തിക്കൊടുത്തതും. എന്നാൽ ഈ വിവാഹത്തിന് പിന്നിൽ, അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും ധൃതി കൂട്ടിയ ഒരു വിവാഹം നടത്തിയ ഒരു പെൺകുട്ടി കേരളത്തിലേക്ക് വിവാഹം അല്ലെങ്കിൽ ജീവിക്കാനായി ആശ്രയം തേടി ഓടിയെത്തിയ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിഞ്ഞ് ഉടനെ തന്നെ മടക്കി അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ ഒരു വിവാഹം ഇപ്പോൾ വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് വഴിയൊരുക്കുന്നു. അതിൻ്റെ കാരണം ഇതാണ്, മോണോലിസയുടെ പ്രായം ശരിക്കും 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ടോ? അഥവാ ഇനി 18 വയസ്സ് പൂർത്തിയായെങ്കിൽ തന്നെ ഈ അടുത്ത സമയത്ത് വന്ന കോടതി അല്ലെ പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 വയസ്സാക്കിയാണ് മാറ്റിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ 18 വയസ്സ് എന്നുള്ളതിൽ യാതൊരു കഴമ്പുമില്ല. 18 വയസ്സ് തന്നെയാണോ ഇനി 17 വയസ്സ് തന്നെയാണോ? ഈ ഒരു ആശങ്കകൾ വലിയ രീതിയിൽ നിലനിൽക്കുന്നു. ഏതായാലും മോണോലിസയുടെ വിവാദം തന്നെയാണ് ഇപ്പോൾ ഇവിടെ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത്. എന്തിനാണ് ഇത്ര ധൃതി കൂട്ടി ജീവിക്കാനായി കേരളത്തിലേക്ക് എത്തിയ ഒരു പെൺകുട്ടിയെ ഉടനെ തന്നെ വിവാഹം കഴിപ്പിച്ചതിന് ശേഷം മടക്കി അയച്ചത്? സോഷ്യൽ മീഡിയയിൽ ഈ ഒരു മോണോലിസ എന്ന പെൺകുട്ടിയുടെ ആധാർ കാർഡ് ഞങ്ങൾ കണ്ടു. സാധാരണ ആധാർ കാർഡിലെ ഫോട്ടോസിലൊക്കെ ശരിക്കും നമ്മുടെ മുഖം പോലും ക്ലിയർ അല്ല. പക്ഷെ നല്ല സുന്ദരിയായ രീതിയിൽ മോണോലിസയുടെ ഫോട്ടോയും അതോടൊപ്പം മോണോലിസ എന്ന പേരും. മോണോലിസയുടെ യഥാർത്ഥ പേര് മോണോലിസ അല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മഹാരാഷ്ട്രയിലെ ഒരു ഇൻഡോറിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ മോണോലിസ. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു കുംഭമേളയിലൂടെയാണ് ഈ കുട്ടി നമ്മൾ വൈറലായതും ഈ കുട്ടിയെക്കുറിച്ച് അറിഞ്ഞതും. മാത്രമല്ല ബോബി ചെമ്മണ്ണൂറാണ് ഈ കുട്ടിയെ ഇത്തരത്തിൽ വലിയ രീതിയിൽ സിനിമാ ലോകത്തേക്കും അതോടൊപ്പം തന്നെ വലിയ സാങ്കേതിക വിദ്യകളുടെ ഒരു ലോകമാണ് കേരളം എന്ന് പരിചയപ്പെടുത്തി കൊടുത്തതും. ആ ബോബി ചെമ്മണ്ണൂർ എവിടെ പോയി? അദ്ദേഹം ഈ ഒരു വിവാഹത്തിലോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള യാതൊരു കാര്യങ്ങളിലും പങ്കെടുത്തിട്ടുമില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കേരളത്തിലേക്ക് അഭയം ചോദിച്ചെത്തിയ ഒരു പെൺകുട്ടിയുടെ പ്രായമൊക്കെ കണക്കിലാക്കാതെ ഈ ഒരു വ്യാജമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിവാഹം കഴിച്ചത്? ഏതായാലും ആധാർ കാർഡിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒട്ടും തന്നെ വ്യക്തതയില്ല. ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കുക തന്നെ വേണം. കാരണം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ആണെന്നിരിക്കെ എന്തുകൊണ്ടാണ് 18 വയസ്സ് എന്ന കണക്ക് വെച്ചൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയച്ചത്? करना पड़ा क्योंकि इन पे परिवार की थोड़ी दाग थी. दूसरी जगह शादी की 2-3 दिन में इनकी शादी होने वाली थी घर पे. 2-3 दिन में शादी होने वाली थी और वहाँ पे मेहमान गेस्ट भी आए हुए थे घर पे शादी के लिए. तो इसलिए मोनालिसा ने बोला कि शादी करो, अदरवाइज फिर कुछ गलत हो सकता है मेरे साथ या मुझे हो जाएगा. वो जबरदस्ती करता है फैमिली, इसलिए उसका बात नहीं, मैंने इनको बोला कि अगर आप मुझसे शादी नहीं करोगे तो मैं सुसाइड कर लूंगी. इसलिए मैं सोचा कि वो किसी की जिंदगी से बढ़कर नहीं है मेरे लिए. നമ്മുടെ സാംസ്കാരിക കേരളമെന്നും പ്രബുദ്ധ കേരളമെന്നുമൊക്കെ മലയാളികൾ വലിയ രീതിയിൽ പുകഴ്ത്തി പറയുമ്പോഴും നമ്മുടെ സർക്കാർ ഇത്തരത്തിലുള്ള ചില പരിപാടികൾക്ക് കൂട്ടുനിൽക്കുന്നത് വളരെ സങ്കടകരമാണ്. കാരണം കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. കേരളത്തിൽ ഒരു അഭ്യസ്ത വിദ്യയായ ഒരു യുവാവിനോ യുവതിക്കോ ഒക്കെ ജീവിക്കാനുള്ള ഒരുപാട് തലങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കെ അത്രത്തോളം വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത, സാധാരണ ഒരു +2 പഠിക്കുന്ന പ്രായം മാത്രമേ ഒരുപക്ഷെ മോണോലിസയ്ക്ക് ഉണ്ടാവുള്ളൂ. ആ കുട്ടിയെ ശരിക്കും നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ കുട്ടിയുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ട് വേണമായിരുന്നു ഈ ഒരു വിവാഹം എന്നുള്ളത് കൂടിയാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. കാരണം ഇത് വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് വഴിയൊരുക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ക്യാമറമാൻ ബിബിൻ വേണുവിനൊപ്പം ബിലുവനിസൻ, വിസ്മയ ന്യൂസ്.